നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അരികിലൊക്കെ കുറേ പേര് ഒന്ന് പറയും, സ്വന്തമായിട്ട് കരുതുമ്പോഴാ ആ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്വന്തമല്ലാത്തതൊന്നും നമ്മളിവിടെ എത്തിക്കാറില്ലല്ലോ. നമ്മളിവിടെ വന്നത് നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ, ഭർത്താവ്, ഭാര്യ, മക്കള്, പേരക്കുട്ടികൾ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്നു. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഈ വാക്ക് വെറുതെ ഒരു വാക്കല്ല കേട്ടോ. എത്രയോ പേരോടാ നമ്മളിത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളത്. പ്രാർത്ഥിക്കാട്ടോ, എന്ത് സുഖകരമായ വാക്ക്. പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട, സുഖകരമായ വാക്കാണെങ്കിലും കടപ്പാട് കൂടുതലാണ്. നിന്റെ ജീവിതത്തിൽ നീ എത്ര പേരോട് നീ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ വ്യക്തികൾക്കൊക്കെ നീ ബലിവേദിയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉത്തിരിപ്പ് കട ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഉത്തിരിപ്പ് കട എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, ആ നേർച്ച നിറവേറ്റതാണ്. നീ ഇതുപോലെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദന കണ്ടിട്ട് ഇതുവരെ ഈ ബലിവേദിയിൽ നിങ്ങൾ അവരെ ഓർത്തില്ലെങ്കിൽ നീ ഓർക്കുക, നിനക്കൊരു കടമുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ. കാരണം നീ ഒരു വാക്ക് കൊടുത്തേക്കുന്നതാണ്. ഈ ശതാധിപൻ സ്വന്തമായി കരുതുക അബ്രത്തിന്റെ വേദന സ്വന്തമായിട്ട് കരുതുക. അവന്റെ കണ്ണുനീരില് അവനും ചേരുകയാ എന്നുള്ളതാണ്. പേപ്പറിൽ വായിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാകാം, അയൽവക്കക്കാരന്റെ വേദനയാകാം. അയ്യോ എന്ന് പറഞ്ഞ് ഒരു ആശ്ചര്യം ഇട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന സമയത്ത് അവരെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേ. അപ്പൊ സ്വപ്നമൊന്നും ഉണ്ടാവില്ലെന്നേ. ഈ കുർബാനയൊന്നും പല വിചാരത്തോടെ പോകില്ല. നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഉറക്കം വരില്ല. നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കുറെ ചെല്ലാൻ തോന്നും. നമുക്ക് ഉറക്കം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒന്നും പ്രാർത്ഥിക്കാത്ത സമയത്താണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, കുറേയേറെ നിയോഗങ്ങളുള്ള വ്യക്തി ഇവിടെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മോള് വേദനിച്ച് അപകടം പറ്റി കിടക്കുകയാണെങ്കിൽ നിനക്ക് ഉറക്കം വരുമോ? ആർക്കെങ്കിലും ഉറക്കം വരുമോ? ആർക്കെങ്കിലും ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന ഒരു അലസമായിട്ട് തോന്നുമോ? ഒരിക്കലും തോന്നില്ല. തോന്നുന്നത് എപ്പോഴാ? എനിക്കൊന്നുമില്ല. തല നിറയെ ശൂന്യത കടന്നു വരുമ്പോഴാ. ശൂന്യതയില്ലാതെ ഓരോ ദിവസത്തെ എന്തോരം നിയോഗങ്ങളാ. നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ തന്നെ ഒന്ന് ഓർത്തു നോക്കി. അങ്ങനെയൊക്കെ നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ നീ നല്ലൊരു മധ്യസ്ഥനായിട്ട് മാറും.